Hello friends, welcome to JK Texture Designs. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രാച്ച് ടെക്സ്ചർ ഡിസൈനാണ്. ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലുള്ള വർക്ക്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഈ സിമൻറ്റ് ഫിനിഷ്ഡ് വാളിലാണ് നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ വാളിൽ 8 ഇഞ്ച് കനത്തിൽ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഗ്രൂ തിരിക്കുക. ഇതിനായി ഞാൻ 6mm മാസ്കിംഗ് ടേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭിത്തി കുറച്ച് റഫായിട്ടാണ് കിടക്കുന്നത്. അതുകൂടാണ്ട് ഈ ഭിത്തിയിൽ പ്രൈമറൊന്നും അടിച്ചിട്ടില്ല. പ്രൈമർ അടിച്ചിട്ടേക്കുന്ന ഭിത്തിയിലാണ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നതെങ്കിൽ നല്ലോണം ഒട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ റഫായിട്ടുള്ള ഭിത്തിയിലാണ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നതെങ്കിൽ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആഗ്മാറ്റിക്സിൻ്റെ സ്ക്രാച്ച് മെറ്റീരിയലാണ്. ഇതുപയോഗിച്ചാണ് ഈ പാറ്റേൺ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ പുട്ടി ഉപയോഗിച്ച് മാസ്കിംഗ് ടേപ്പ് കവറാവുന്ന രീതിയിൽ ഒരു കോട്ട് പുട്ടി അപ്ലൈ ചെയ്യാം. സ്ക്രാച്ച് ഡിസൈൻ വരുത്തുവാനായി ഈ ട്രവലാണ് ഉപയോഗിക്കുന്നത്. ഈ ട്രവൽ ഉപയോഗിച്ച് ഈ വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കാണാം. ഈ ട്രവൽ ഉപയോഗിച്ച് അപ്ലൈ ചെയ്തിരിക്കുന്ന പുട്ടിയുടെ മുകളിൽ കൂടി ഹൊറിസോണ്ടലായി വലിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ സ്ക്രാച്ചസ് തെളിഞ്ഞു വരുന്നതാണ്. ട്രവല് എല്ലായിടത്തും വലിച്ചതിന് ശേഷം ഒട്ടിച്ച മാസ്കിംഗ് ടേപ്പ് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ എമൽഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സ്റ്റോൺ ബാത്ത് എന്ന കളറാണ്. എമൽഷൻ 2 കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷം ഗ്രൂവിൽ കൂടി ബ്ലാക്ക് എമൽഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ വർക്ക് ഫിനിഷ് ആയിരിക്കുന്നതാണ്. ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിശേഷങ്ങളുമായും ഇനി നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.